ഇലക്ഷൻ പ്രചരണത്തിന് സമയത്ത് വമ്പൻ ഡയലോഗ് അടിച്ച പലരും ഇപ്പൊ റിസൾട്ട് വന്നതിന് ശേഷം മസിട്ട് നോക്കിയിട്ട് പോലും കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും വലിയ കോമഡി സംഭവിച്ചിട്ടുള്ളത് പൂഞ്ഞാറിലാണ്. അവിടെ UDF ജയിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് അറിയും. നേരെ PC ജോർജിന്റെ വീട്ടിന് മുന്നിൽ ഇവർ പ്രകടനം നടത്തി. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? പ്രിയപ്പെട്ട ജയകാന്ത, നിനക്ക് ഈ ഗതി വന്നല്ലോ. പക്ഷേ നീ തളരരുത് കുഞ്ഞെ. ഇങ്ങനെ നിർത്താനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എവിടെ നിർത്തുന്നില്ലേ? ഇങ്ങനെ പറയും തോറും കൂടുതൽ ആവേശത്തോടെ അവിടെ ഡാൻസും പാട്ടും ഇട്ടിട്ട് കളിച്ചോണ്ടിരിക്കാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, സ്വാഭാവികം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കേരള സിംഹം ശ്രീമാൻ ജോണി വെള്ളിക്കാല നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എൻ്റെ 218 ബൂത്ത്, അതിൽ 209 ബൂത്തിലെ കമ്മിറ്റിയുള്ള നമ്മുടെ ഈരാറ്റോട്ട് 9 ബൂത്ത് നമ്മുടെ കമ്മിറ്റിയില്ല. ആ 209 ബൂത്തിലുള്ള എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരെയും ബൂത്തിൻ്റെ ഇൻചാർജിമാരെയും അപ്പോൾ 418 418 പിന്നെ പഞ്ചായത്ത് മെമ്പർമാർ, നമ്മുടെ പ്രമുഖ നേതാക്കന്മാർ, ഇവരെയല്ല. അപ്പോൾ 500 അല്ലെ 500 മിനിമം എല്ലാവരും കൂട്ടി സുഖമായ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കൊടുക്കാൻ മതി വിസ്താരം മതി. കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എന്റെ ആത്മകഥ വാരികയില് ഗണ്ടച്ച പ്രസിദ്ധീകരിക്കും, അപ്പൊ വായിച്ചു നോക്കി. ഇനിയിപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ, കാരണം പൊട്ടിയില്ലേ. ആ ബിരിയാണിയുടെ പൈസ ഇനിയിപ്പോ PC ജോർജിന് ലാഭമായല്ലോ. അല്ല, 500 ആളൊക്കെ വിളിച്ച് ബിരിയാണി കൊടുക്കാന്നൊക്കെ പറഞ്ഞ് എത്ര ചെലവാണല്ലേ PC ജോർജ്. നാളെ ഇപ്പൊ 1 കോടി രൂപ ബെറ്റൊക്കെ വെച്ച സ്ഥിതിക്ക് ആഘോഷം ഇപ്പൊ തുടങ്ങും. ആഘോഷമില്ല, അതാ ഞാൻ പറയാം. അത് ചോദിച്ചത് നന്നായി. ഒരു കാരണവശാലും ആഘോഷം പാടില്ല. ജയിച്ചവൻ അഹങ്കരിക്കേണ്ട കാര്യം എന്താ? തോറ്റവൻ കരയും. ആ കരയുന്നൊരു താടയ്ക്ക് തട്ടേണ്ട കാര്യമുണ്ടോ? അതെ, PC ജോർജ് ഇപ്പൊ കരിഞ്ഞ പോലെ. നിങ്ങൾ മനുഷ്യനോ മൃഗമോ? സാറെന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. വളരെ സ്ട്രിക്റ്റായിട്ട് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു ഒരു ബഹളം ഒരിടത്തും ഉണ്ടാകരുത്. നമ്മൾ ജയിച്ചു, സന്തോഷം. ഞാൻ ജയിച്ചു കഴിയുമ്പോൾ ചെയ്യാമെന്ന് ഓരോ പഞ്ചായത്തിൽ ഈ കാറിൽ എൻ്റെ കാറിൽ പോകും. ആളുകളെ വിളിച്ചു കൂട്ടും, അവിടെ ആവശ്യങ്ങൾ എന്തെന്ന് ചോദിക്കും, ജനപ്രതിനിധികളെ വിളിച്ചു കൂട്ടും. ആ ആവശ്യങ്ങൾ എന്തെന്ന് നോക്കി ലിസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റെ നാട്ടിൽ ആവശ്യമുള്ള എന്താണോ അത് നടപ്പാക്കാൻ വേണ്ടി MLA പണി ഉപയോഗിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്ന് പോകും, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ത് നല്ല മാന്യമായിട്ടുള്ള സംസാരം അല്ലേ. മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കണ്ട മുസ്ലിങ്ങളെയും ചീത്തും പറഞ്ഞ് തെറി മറിഞ്ഞ് നടക്കുന്ന മനുഷ്യനായിരുന്നു. ഇത് പറയാനുള്ള കാരണം എന്താണ്? മൂപ്പര് നാവിന് ലൈസൻസ് ഇല്ലാത്തത് കാരണം കഴിഞ്ഞ വോട്ടെടുപ്പിൽ ജനങ്ങളെ മൂപ്പര് പൊട്ടിച്ച് വീട്ടിലിരുത്തി. അതോടെ മൂപ്പർക്ക് മനസ്സിലായി ഇത്തവണ നാവെടുത്ത് തോന്നിയവാസം വിളിച്ച് പറഞ്ഞാണെങ്കിൽ ജനങ്ങൾ വീണ്ടും പൊട്ടിക്കുന്നുള്ളത്. ഒടുവില ഓമനെ കൂടാ സത്യം മനസ്സിലായത്. പൊട്ടനും പോയി പണ്ടനും പോയി, പോട്ടും കിട്ടി.